പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, ഹെൽത്ത് സർവീസ്, PWD, സന്നദ്ധ സേവന സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടുകൂടി പിന്നിട്ട കാലയളവിൽ റോഡപകടങ്ങളിൽ ഫസ്റ്റ് റെസ്പോണ്ടന്റായും നാടനുഭവിച്ച ദുരന്ത മുഖങ്ങളിൽ സാന്ത്വനമായും പാവപ്പെട്ടവർക്ക് സൗജന്യ ആംബുലൻസ് സേവനം നൽകുകയും റോഡ് സുരക്ഷാ ക്ലാസുകൾ നടത്തിക്കൊണ്ടും ഇന്ന് കൊല്ലം ജനതയുടെ മനം കവർന്ന ഒരു സംഘടനയാണ്. 2014 ട്രാക്ക് രൂപീകരിച്ച അന്ന് മുതൽ നമ്മൾ മുടക്കം കാല ഡ്രൈവർമാർക്കുള്ള സൗജന്യ ചുക്ക് കാപ്പി വിതരണം, ഡിസംബർ സൗജന്യ ചുക്ക് കാപ്പി വിതരണം നമ്മൾ 2014 മുതൽ നടത്തിവരികയാണ്. ഇന്ന് ഈ വർഷവും നമ്മൾ അതിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നടത്താൻ പോവുകയാണ്. നമ്മുടെ ഈ ചടങ്ങ് റോട്ടറി ക്ലബ്ബ് ഓഫ് കൊല്ലം മെട്രോ 2014 മുതൽ നമ്മളോടൊപ്പം സഹകരിക്കുന്നതാണ്. റോട്ടറി ക്ലബ്ബ് ഓഫ് കൊല്ലം മെട്രോയുടെ പ്രസിഡന്റ് അമീൻ ഷെരീഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SBIയുടെ അസോസിയേറ്റ് നെൽസൺ ആംബ്രോസ്, ചീഫ് മാനേജർ SBI എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഈ വേദിയിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പദം അലങ്കരിക്കുവാനായിട്ട് ശ്രീ അജിത് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും, കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പോലും അനവധി വാഹനങ്ങൾ അയ്യപ്പ ഭക്തന്മാർ വരികയും കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കളച്ചിരുന്ന് യാത്രയും ഡ്രൈവിങ്ങും ഒക്കെ ചെയ്തത് അവർ ക്ഷീണിതരായി വണ്ടി ഓടിച്ചിട്ട് അനവധി അപകടങ്ങൾ ഉണ്ടാവുകയും ഒന്നിലധികം മരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു സമയവും കാലഘട്ടമാണ്. അത് ഈ ഡിസംബർ ജനുവരി മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് ട്രാക്കും മോട്ടോർ വാഹന വകുപ്പും ഇന്നിപ്പോൾ ഇതാ നമ്മുടെ സ്റ്റേറ്റ് ബാങ്കും റോട്ടറിയും ഇവിടുത്തെ പൊതുസമൂഹവും ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു വലിയ സംരംഭം, ഒരു വലിയ സംഭവം, ഒരു നന്മ, അത് ഈ കൊല്ലത്തിൻ്റെ മണ്ണിൽ ഇതിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുന്നു. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിൽ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനം, അതായത് ഉറങ്ങിപ്പോയാൽ ഒരു ഡ്രൈവർ ഒരു ചുക്കിൻ്റെ എരിവോ കുരുമുളകിൻ്റെ എരിവോ അവൻ്റെ നാവിൽ ഒരു കുറച്ച് സമയം ഉണ്ടാകുമ്പോൾ അവൻ്റെ ഉറക്കത്തിന് അതൊരു മാറ്റം കൊടുക്കുകയും ഒരു ഉണർവ് കൊടുക്കുകയും ചെയ്ത് ഒരു അപകടരഹിതമായ കൊല്ലം, അതായത് മരണരഹിതമായ സുരക്ഷിതമായ റോഡുകളുള്ള ഒരു കൊല്ലം ജില്ലയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഈ നന്മ നിറഞ്ഞ പ്രവൃത്തിയിലേക്ക് ഞാൻ പ്രത്യേകം ആശംസകളും നേരുന്നു. തുടക്കത്തിൽ തന്നെ നമ്മുടെ RTO അജിത് സാർ പറഞ്ഞു കഴിഞ്ഞു. ട്രാക്ക് എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ 11 വർഷമായി കൊല്ലത്തിൻ്റെ വിവിധ മേഖലകളിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ പരിപാടികൾ നടത്തി വരികയാണ്. എക്കാലത്തും ട്രാക്ക് ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രേമപ്രധാനമായ ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത്. അതിൻ്റെ 11ാമത്തെ വർഷം കൂടിയാണ് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഈ സായന്തനത്തിൽ നമ്മൾ ഇത്തരം ഒരു പരിപാടിയിലേക്ക് കടക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഒരു പരിപാടിക്ക് ട്രാക്ക് എന്തുകൊണ്ടാണ് നേതൃത്വം നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ജനുവരി, ഡിസംബർ, നവംബർ മാസങ്ങളിൽ അപകടങ്ങളുടെ തോത് വളരെ കൂടുതലായിട്ട് സംഭവിക്കുന്നു എന്നുള്ള വളരെ വലിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തത്.